हताशा से एक വ്യക്തി बैठ गया था. പണ്ട് അറിവ് പ്ലസ് ആപ്പിന് വേണ്ടിയിട്ട് ഹിന്ദി ക്ലാസ്സസ് എടുക്കുമ്പോൾ എടുക്കേണ്ടി വന്നൊരു ചാപ്റ്ററാണ്. പക്ഷേ കുട്ടികളെ പഠിപ്പിക്കുന്നതിലപ്പുറം നമ്മുടെ ലൈഫിലേക്ക് പകർത്തേണ്ട കുറച്ച് വരികൾ ഇതിലുണ്ട്. വരികൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്നാലും ശ്രമിക്കാം. വ്യക്തി को मैं नहीं जानता पर हताशा को जानता था. വ്യക്തിയെ എനിക്കറിയില്ല, പക്ഷേ നിരാശയെ അറിയാമായിരുന്നു. ഇസ്ലിയെ മേനെ ഹാത്ത് ബഡായ, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈകൾ നീട്ടി. ഉസ്നെ മേരെ ഹാത്ത് പക്കഡ്കർ കടേ ഹോ ഗയ, അയാൾ എൻ്റെ കൈ പിടിച്ച് എണീറ്റ് നിന്നു. ആ നിരാശയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു എന്നൊക്കെ ആയിരിക്കാം കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പോലും വേണ്ട, മനസ്സിലാക്കുന്നു എന്നൊരു തോന്നൽ മാത്രം മതി. നിരാശയെ അറിയുന്നവർ തീർച്ചയായും അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു മാർഗമുണ്ടാക്കാറുണ്ട്. എന്നാൽ ചിലരുണ്ട് നമ്മുടെ ലൈഫിലെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സുകൾ പറഞ്ഞിട്ട് നമ്മൾ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ആ ശ്രമം നമുക്ക് കൂടുതൽ സങ്കടങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആളെ വീണ്ടും സങ്കടപ്പെടുത്താതിരിക്കുക, മീൻസ് ആശ്വസിപ്പിക്കാതിരിക്കുക. അയാൾക്ക് മനസ്സിലാക്കുന്നു എന്നൊരു തോന്നൽ മാത്രം കൊടുത്താൽ മതി.